നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ചെറിയൊരു റീഡിംഗ് എടുക്കുന്നുള്ളൂ ഇന്ന്. ഓക്കെ, റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ നിങ്ങളുടെ പേഴ്സൻ്റെ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ്, ഓക്കെ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ ഓർക്കൂ. ഓക്കെ, ആൻഡ് അവർക്ക് ഈ ബന്ധം ആക്ച്വലി നിങ്ങൾ തമ്മിൽ എന്താണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഈ ബന്ധത്തിനെ കുറിച്ച് യൂണിവേഴ്സ് തരുന്ന മെസ്സേജായിട്ട് നമുക്ക് നോക്കാം. ആക്ച്വലി ഒരു കാര്യം ചെയ്യാൻ ഞാൻ പൈൽ വെച്ചേക്കാം. സിമ്പിൾ റീഡിംഗ് ആണ്, വലിയ കാര്യമായിട്ടൊന്നും കോംപ്ലിക്കേറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, ഇത് പിങ്ക് റോസ് കോഡ്സ് ആണ് ഫസ്റ്റ് പൈൽ. ഓക്കെ, ആൻഡ് ഇത് റെഡ് കാർണീലിയൻ ഏഞ്ചലാണ് സെക്കൻഡ് പൈൽ. ഓക്കെ, നിങ്ങൾ ചൂസ് ചെയ്യൂ ആൻഡ് പോസ് ചെയ്തിട്ട് വേണമെങ്കിൽ ചൂസ് ചെയ്തോളൂ. കാരണം അത് ചെറിയ റീഡിംഗ് ആണ്, ഷോർട്ട് റീഡിംഗ് ആയതുകൊണ്ട് ഞാൻ ഒരുപാട് നീട്ടില്ല. ഓക്കെ, ഫസ്റ്റ് പൈലുകാർക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് നോക്കാം. സോ ഫസ്റ്റ് പൈൽ റോസ് കോഡ്സ് ചൂസ് ചെയ്ത ആൾക്കാർക്ക് ഇതിങ്ങനെ വെച്ചേക്കാം. റോസ് കോഡ്സ് ചൂസ് ചെയ്തവർക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് triggers, twin flames, emotions. Okay, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരുപാട് ട്രിഗേഴ്സ് വരുന്നുണ്ട് എപ്പോഴും. ഓക്കെ, എപ്പോഴും നിങ്ങൾ വളരെയധികം ഇമോഷണലായിട്ട് നിങ്ങളെ ഒന്നാമത് ഇൻ ആൻഡ് ഔട്ട് ഉണ്ട്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്ത് ഇൻ ആൻഡ് ഔട്ട് എനർജി ഉണ്ട്. അത് ട്വിൻ ഫ്ലെയിംസിൻ്റെ ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. ട്രിഗേഴ്സ് വരും, കാരണം അവരെ പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് എപ്പോഴും ട്രിഗേഴ്സ് കിട്ടിക്കൊണ്ടിരിക്കും. ഇങ്ങനെ ട്രിഗേഴ്സ് വരുമ്പോൾ അതായത് നിങ്ങളുടെ ഒരു ഇമോഷണൽ സൈഡ് കൂടുതൽ മേലെ വരും. അതായത് ചിലപ്പോൾ നിങ്ങൾക്ക് ദേഷ്യം വരാം, സങ്കടം വരാം, ഒരുപാട് വിഷമങ്ങൾ ഫീൽ ചെയ്യാം. നിങ്ങൾക്ക് പേഴ്സൺ നിങ്ങളെ വിട്ടുപോകുക എന്നുള്ളൊരു പേടി ഉണ്ടാവും. അവർ നിങ്ങളെ ശരിക്കും സ്നേഹിക്കുന്നുണ്ടോ, വാല്യൂ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ എന്താണ് ഈ ബന്ധം എന്ന രീതിക്കൊക്കെ നിങ്ങൾ ഒരുപാട് കൺഫ്യൂസ്ഡ് ആയിപ്പോവും. ഓക്കെ, ഇവിടെ ട്രിഗേഴ്സ് മെയിനായിട്ട് പറയുന്നത് നിങ്ങൾക്ക് ഒരു ഇന്നർ ചൈൽഡ് നിങ്ങളുടെ ട്രിഗർ ആവുന്ന കാര്യമാണ്. ഓക്കെ, നിങ്ങളുടെ ഇന്നർ ചൈൽഡ്, അതായത് അഗൈൻ അബാൻഡൻമെൻറ്റ് ഇഷ്യൂസ് എന്ന് പറയും. അതായത് നിങ്ങൾക്ക് പേഴ്സൺ നിങ്ങളെ വിട്ടുപോകുമോ എന്നുള്ളൊരു പേടി, അല്ലെങ്കിൽ ഓവർ അറ്റാച്ച്മെൻറ്റ്. ചിലപ്പോൾ നിങ്ങൾ ഓവറായിട്ട് പേഴ്സണോട് ഇമോഷണലി ഒരുപാട് അറ്റാച്ച്ഡ് ആയി പോവുക, ചേസിങ് ചെയ്യുക. ഓക്കെ, അവർ വിട്ടുപോകാതിരിക്കുക മാക്സിമം നിങ്ങൾ നിങ്ങളുടെ സ്വഭാവം തന്നെ മാറ്റുക, നിങ്ങളെ തന്നെ മാറ്റുക, അവർക്ക് വേണ്ടിയെല്ലാം അഡ്ജസ്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ കുറേ പിന്നാലെ ചേസ് ചെയ്തുകൊണ്ട് പോകുക. അവർ ഒന്ന് നിങ്ങളോട് സംസാരിക്കാതിരിക്കുമ്പോഴേക്കും നിങ്ങൾ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുക, ചോദിച്ചുകൊണ്ടിരിക്കുക, അങ്ങനെ പല കാര്യങ്ങളും. ഓക്കെ, നിങ്ങളുടെ ഇമോഷണൽ വൂൺസ് ട്രിഗർ ആവുകയാണ് അവിടെ. അപ്പോൾ ഇത് നിങ്ങളുടെ ഇത് ചൂസ് ചെയ്ത ആൾക്ക്, ഫസ്റ്റ് പൈൽ ചൂസ് ചെയ്തവർക്ക് ഇത് കൂടുതലും ട്വിൻ ഫ്ലെയിം ജേർണി എന്ന രീതിക്ക് എടുക്കാം. ഓക്കെ, സോ ഇവിടെ ട്വിൻ ഫ്ലെയിം എന്ന് പറയുമ്പോൾ ശരിക്കും അത് ട്വിൻ ഫ്ലെയിംസ് ആവണം നിർബന്ധമില്ല. പക്ഷേ എവിടെയോ നിങ്ങളുടെ ഉള്ളിലെ ഓക്കെ ഒരു ശരിക്കും നിങ്ങൾക്ക് തോന്നും ആ പേഴ്സണുമായിട്ട് നിങ്ങൾ ഒരു ഭയങ്കര ബോണ്ട് ഷെയർ ചെയ്യുന്നുണ്ട്, നിങ്ങൾ അവരുമായിട്ടൊരു വല്ലാത്തൊരു കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട് എന്ന രീതിക്ക്. എത്ര അകന്നു പോയാലും വീണ്ടും വീണ്ടും നിങ്ങൾ തിരിച്ച് ഒന്നിച്ച് വരുന്ന രീതിക്കായിരിക്കും. ഇടയ്ക്ക് മീൻസ് ഇൻ ആൻഡ് ഔട്ട് ഉണ്ട്. അപ്പോൾ ഇടയ്ക്ക് അവർ വരും. ഓക്കെ, നിങ്ങൾ വളരെ ഹൈ ആയിട്ട് ഫീൽ ചെയ്യും, വളരെ ഹാപ്പി ആയിട്ട് ഫീൽ ചെയ്യും. 2 ദിവസം സംസാരിക്കുമ്പോഴേക്കും ഓക്കെ, അത് കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങോട്ട് ഓവർ അറ്റാച്ച്ഡ് ആവാൻ തുടങ്ങും. ആ ഓവർ അറ്റാച്ച്മെൻറ്റ് ആകുമ്പോഴേക്കും അവർ വീണ്ടും വിട്ടുപോകുന്ന രീതിയിൽ അവർ പിന്നെ അകലും. അഗെയിൻ ഈ ഒരു സൈക്കിൾസ് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടാവും. ഇതാണിപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു കാര്യം. ഓക്കെ, ഈ ട്വിൻ ഫ്ലെയിം ആണോ അല്ലേ എന്നുള്ളത് അറിയാൻ ഒരു കാര്യമുണ്ട്. ഞാനത് സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഇനി ഒരു ദിവസം ഇടാം. ഇന്നിപ്പോൾ ഇതിൽ പറയുന്നില്ല, കാരണം ഇത് ഷോർട്ടാക്കാനാണ്. സോ എനിവേ അത് നിങ്ങൾക്ക് എങ്ങനെ കൺഫർമേഷൻ കിട്ടും എന്നുള്ളത് പറയാം. എന്തായാലും ഇങ്ങനൊരു ബന്ധമായിരിക്കും ഇപ്പോൾ നിങ്ങൾ ഫീൽ ചെയ്യുന്നത് നിങ്ങളുടെ പേഴ്സണുമായിട്ട്. ഡേജാവു, യെസ്, അഗൈൻ ഒരേ കാര്യമാണ് വരുന്നത്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഈ പേഴ്സൺ എനിക്ക് നേരത്തെ അറിയാം, കാര്യങ്ങൾ ചിലപ്പോൾ ചില സംഭവങ്ങൾ നിങ്ങളുടെ ഇടയിൽ നടക്കുന്നത് നിങ്ങൾക്ക് വീണ്ടും വീണ്ടും തോന്നും ദാറ്റ് ഇത് മുമ്പ് നടന്ന കാര്യങ്ങളാണല്ലോ, നിങ്ങൾക്ക് ഓൾറെഡി ഫീൽ ചെയ്യുന്നുണ്ടല്ലോ എന്ന രീതിക്കൊക്കെ. ഓക്കെ, അതൊരു വീണ്ടും വീണ്ടും സൈക്കിൾസ് നമുക്ക് ഫീൽ ചെയ്തുകൊണ്ടിരിക്കും. there's history happened in the past, repeated patterns. ഓക്കെ, ഇത് പാറ്റേൺ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ ലൈഫിൽ. ട്വിൻ ഫ്ലെയിമിൻ്റെ കാര്യത്തിലൊക്കെ എപ്പോഴും അങ്ങനെയാണ് സംഭവിക്കുക. ഓക്കെ, നിങ്ങളുടെ ഇമോഷണൽ ട്രിഗേഴ്സ് വരിക, ഇൻ ആൻഡ് ഔട്ട് ഉണ്ടാവുക. ഓക്കെ, പേഴ്സൺ അടുക്കുമ്പോൾ അഗെയിൻ ആൻഡ് അഗെയിൻ സെയിം സൈക്കിൾസ് റിപ്പീറ്റ് ആവുക എന്ന രീതിക്ക്. അതുമാത്രമല്ല ഇതിപ്പോൾ എവിടെയോ നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് തൊട്ടോ അല്ലെങ്കിൽ പല ജന്മങ്ങൾ തൊട്ടോ ചിലപ്പോൾ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു അറ്റാച്ച്മെൻറ്റ് കാര്യമായിരിക്കും. ഇത് ഇതിനെക്കുറിച്ച് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് എനിവേ ഇപ്പം നിങ്ങളുടെ സിറ്റുവേഷൻ എനിക്ക് ഇങ്ങനെയാണ് കാണുന്നത്. ഓക്കെ, സോ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് റീഡിങ്ങിൽ ഞാനതിൻ്റെ ഗൈഡൻസ് ആയിട്ട് എടുക്കാം. സോറി, ഓക്കെ, ഇന്ന് ഞാൻ അതിന് പ്രിപ്പയർഡ് ആയിരുന്നില്ല, ഞാൻ ഇതിങ്ങനെ വരുന്നു വിചാരിച്ചില്ല, സോറി. ഓക്കെ, ഞാൻ നെക്സ്റ്റ് റീഡിങ്ങിൽ ഇതിനെക്കുറിച്ച് സെപ്പറേറ്റ് ആയിട്ട് തീർച്ചയായിട്ടും ചെയ്യാം. ഓക്കെ, സോ സെക്കൻഡ് പൈലിലേക്ക് പോകാം. ഞാനിത് ഇവിടെ എടുക്കണില്ല. സെക്കൻഡ് പൈൽ റെഡ് കാർണീലിയൻ ഏഞ്ചൽ ചൂസ് ചെയ്തവർക്ക് ഞാൻ ഷഫിൾ ചെയ്യുന്നില്ല, അങ്ങനെ മതി, കുഴപ്പമില്ല. ഓൾറെഡി ഷഫിൾഡ് ആയിരുന്നു, മിക്സ് ചെയ്തില്ലല്ലോ. ഓക്കെ, ബട്ടർഫ്ലൈസ്, ഒബ്സർവിങ്, shattered,
മതി. ഓക്കെ. ഇവിടെ നിങ്ങളോട് ആക്ച്വലി ഐ തിങ്ക് ഇവിടെ നിങ്ങളെവിടെയോ പേഴ്സൺ നിങ്ങളെ വിട്ടുപോയി കാണാം. ഓക്കെ, നിങ്ങളൊരു ബ്രോക്കൺ ഹാർട്ട് എനിക്ക് കാണുന്നുണ്ട്. നിങ്ങൾക്ക് പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾ തമ്മിലൊരു സെപ്പറേഷൻ വന്ന് കാണാം. ഓക്കെ, ഒരു സെപ്പറേഷനോ അല്ലെങ്കിൽ ഇപ്പം നിങ്ങളത് ഫേസ് ചെയ്യുന്നുണ്ടോ, നിങ്ങൾക്ക് ഒരുപാട് വിഷമിച്ചിരിക്കുന്ന പോലെയാണ് കാണുന്നത്. ആക്ച്വലി ഇവിടെ നിങ്ങൾ ഇങ്ങനെ വയ്ക്കണം. ആക്ച്വലി ഇങ്ങനെയാണ് വേണ്ടത്. നിങ്ങൾ ആ പേഴ്സണെ ഒരുപാട് ചേസ് ചെയ്യുന്നുണ്ടാവും, ഒരുപാട് അവരെന്താ ചെയ്യുന്നത് എന്ന രീതിക്കൊക്കെ നിങ്ങൾ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. കാരണം അവർ നിങ്ങളെ വിട്ടുപോയപ്പോൾ നിങ്ങൾക്ക് അറിയുന്നില്ല എന്താണ് സിറ്റുവേഷൻ എന്ന്. ഇവിടെ സോഷ്യൽ മീഡിയ സ്റ്റോക്കിംഗ് കാണുന്നുണ്ട്. നിങ്ങൾ പേഴ്സൺ നിങ്ങളെ വാച്ച് ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങൾ അവരെ വാച്ച് ചെയ്യുന്നു. ഓക്കെ, ഐ തിങ്ക് നിങ്ങൾ ഒരുപാട് നോക്കുന്നുണ്ട് അവർ എന്താ ചെയ്യുന്നത് എന്നൊക്കെ അറിയാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഐ തിങ്ക് ഇനി ഇവിടെ നിങ്ങൾക്ക് വരുന്ന അഡ്വൈസ് എന്താണെന്ന് വെച്ചാൽ ഇത് മാറി വരും, ഈ സിറ്റുവേഷൻ മാറി വരും. ഓക്കെ, നിങ്ങൾ ഒന്ന് ഹാപ്പിനെസ് വീണ്ടും ഫീൽ ചെയ്യും എന്ന രീതിക്കാണ്. അതിപ്പോൾ പേഴ്സൺ തിരിച്ച് വന്നിട്ടായാലും ശരി, അല്ലെങ്കിലും ശരി. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ സ്വയം നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിങ്ങളൊരു സന്തോഷം ഫീൽ ചെയ്യുന്ന കാര്യമാണ്. ബട്ടർഫ്ലൈസ് പറയുമ്പോൾ ഇതൊരു ട്രാൻസ്ഫോർമേഷൻ്റെയാണ് പറയുന്നത്. നിങ്ങളിൽ മാറ്റങ്ങൾ വരും. ഓക്കെ, ബന്ധത്തിൽ മാറ്റം വരും എന്നും നമുക്ക് എടുക്കാം. നിങ്ങൾക്ക് സന്തോഷം ഫീൽ ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നടക്കും. അതായത് പേഴ്സൺ തിരിച്ചു വരും, അല്ലെങ്കിൽ മെസ്സേജ് വരും എന്ന രീതിക്കായിരിക്കും. ഇവിടെ നിങ്ങളിപ്പോൾ ഇരിക്കുന്നത് ഈ ഒരു വിഷമത്തിൻ്റെ ഒരു സ്റ്റേജിലാണ്. ഇപ്പോൾ നിങ്ങൾ അവരെ വാച്ച് ചെയ്യുന്നുണ്ട്, ഒരുപാട് സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്, അവരെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുന്നുണ്ട് എന്നാണ്. പക്ഷേ ഇവിടെ ഒരു ചേഞ്ച് വരും എന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട്. ആ ചേഞ്ച് ഇപ്പോൾ പേഴ്സൺ തിരിച്ചു വന്നിട്ടായാലും ശരി, അല്ലാതെ നിങ്ങളായിട്ട് തന്നെ ചിലപ്പോൾ നിങ്ങൾ ഇതിൽ നിന്ന് ഓവർകം ചെയ്യുന്ന രീതിക്കും ആയിരിക്കാം. ഓക്കെ, ഒരു ലാസ്റ്റ് കാർഡ് കൂടി എടുക്കാം. മ്യൂസ്. ഓക്കെ, പേഴ്സൺ തിരിച്ചു വരുന്ന ഒരു എഫക്റ്റാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. സർപ്രൈസ്. ഓക്കെ, ഗുഡ്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് പേഴ്സൺ തിരിച്ചു വരും എന്ന രീതിക്കാണ് കാണുന്നത്. ഓക്കെ, അവരുടെ ഭാഗത്ത് നിന്ന് പെട്ടെന്ന് ഒരു ആക്ഷൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. സിറ്റുവേഷനിലൊരു മാറ്റം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. പേഴ്സണായാലും ഐ തിങ്ക് നിങ്ങളെ വാച്ച് ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു വിഷമവും കാര്യങ്ങളൊക്കെ മാറി വരും. ഓക്കെ, ഇൻസ്പയർഡ് ബൈ യു എന്ന് പറയുന്നുണ്ട്. നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അവർ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇമോഷണൽ ബോണ്ട് ഉണ്ട്. ആൻഡ് ഇവിടെ സർപ്രൈസായിട്ട് അവരുടെ ഭാഗത്ത് നിന്ന് ഒരു ആക്ഷൻ നമുക്ക് പ്രതീക്ഷിക്കാം. അവർ പെട്ടെന്ന് വരാനും കാണാനും സംസാരിക്കാനും ഒക്കെ സാധ്യതയുണ്ട്. സോ ഈ ഒരു വിഷമം നിങ്ങൾ ഇത്രയും ഷട്ടേർഡ് എന്നാണ് പറയുന്നത്, അതായത് അത്രയും നമ്മൾ തകർന്ന രീതിക്കാണ് നിങ്ങളിരിക്കുന്നത്. അത് കഴിഞ്ഞ ശേഷം ഐ തിങ്ക് നിങ്ങൾ അവരെ വാച്ച് ചെയ്തുകൊണ്ടിരുന്നത് മേ ബി സംസാരിച്ച് കാണില്ല, ബട്ട് എന്നാലും നിങ്ങൾ അവരെ പറ്റി അറിയാനും വാച്ച് ചെയ്തുകൊണ്ടൊക്കെ ഇരുന്നിട്ടുണ്ടാകും. ബട്ട് എനിവേ ഇവിടെ ചേഞ്ച് വരുന്നുണ്ട്. പേഴ്സണും അല്ലെങ്കിൽ ചിലപ്പോൾ പേഴ്സണായിരിക്കാം നിങ്ങളെ വാച്ച് ചെയ്യുന്നത്. ഓക്കെ, അവർ തിരിച്ച് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത്. എവിടെയോ അവർ എന്താ പറയുക, നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരും മേ ബി മ്യൂസിക്കൊക്കെ ഷെയർ ചെയ്യുന്നുണ്ടാവും. മ്യൂസിക് ഇഷ്ടമായിരിക്കും രണ്ടാൾക്കും. ഓക്കെ, സോ ഇവിടെ മ്യൂസിക്കിൻ്റെ ഒരു കാര്യമൊക്കെ കാണുന്നുണ്ട്. ലിസ്ണിങ് ടു മ്യൂസിക്, ഏതെങ്കിലും പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ നിങ്ങളെ ഓർമ്മ വരുന്നതായിരിക്കാം. ഇവിടെ ഇമോഷണൽ ബോണ്ട് നിങ്ങൾ തമ്മിൽ വളരെ സ്ട്രോങ് ആണ്. ആൻഡ് ഇവിടെ സർപ്രൈസായിട്ട് നിങ്ങൾക്കൊരു ഔട്ട്കം പ്രതീക്ഷിക്കാം. ഓക്കെ, പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് ഒരു പെട്ടെന്ന് നിങ്ങൾ വിചാരിക്കാതെ ഒരു ചേഞ്ച് നിങ്ങൾക്ക് കാണും. ആൻഡ് അവർ തിരിച്ച് വരുന്നതായിട്ട് കാണുന്നത്. നിങ്ങൾ ഈ ഒരു വിഷമിച്ചിരുന്നതെല്ലാം മാറിയിട്ട് നിങ്ങൾക്കൊരു സന്തോഷം വരുന്ന രീതിക്കാണ് കാണുന്നത്. ഓക്കെ, സോ സെക്കൻഡ് പൈൽകാർക്ക് നമുക്കിതാണ് കിട്ടിയത്, കണ്ണിലെ ഏഞ്ചൽ. ഓക്കെ, സോ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. പോസിറ്റീവായിട്ടിരിക്കുക. നന്ദി, നമസ്കാരം.